ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദവും സൗഭാഗ്യവും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇന്നത്തെ ഈ വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുള്ളതായിട്ടുള്ള വരദാനമാണ്. നിശ്ചയത്തിൻ്റെ കാലിനെ അചഞ്ചലമാക്കി വെച്ചുകൊണ്ട് നിശ്ചയബുദ്ധികളും നിശ്ചിന്തരുമായി ഭവിക്കട്ടെ. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. നിശ്ചയത്തിൻ്റെ കാലിനെ അചഞ്ചലമാക്കി വെച്ചുകൊണ്ട് സദാ നിശ്ചയബുദ്ധികളും നിശ്ചിന്തരുമായി ഭവിക്കട്ടെ എന്ന്. ഇതെന്താ ഈ വരദാനം? നിങ്ങൾക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയില്ലേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതുപോലെ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിൽ ഭഗവാൻ ഒരു വരദാനം തരാറുണ്ട്. ആ വരദാനങ്ങൾ അന്നത്തെ ദിവസത്തിൽ മുഴുവൻ, അന്നത്തെ ദിവസം എന്നല്ല, ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പറ്റില്ല എന്നെനിക്ക് തോന്നുന്നൊരു സന്ദർഭം വരുമ്പോൾ ആ വരദാനങ്ങൾ ഹൃദയത്തിൽ നിന്നങ്ങ് ഓർമ്മ വരുന്ന നിമിഷം മറ്റെല്ലാ കാര്യങ്ങളും നിഷ്പ്രഭമാകുകയും നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, അതിലേക്ക് അതിശക്തമായി മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഊർജവും പ്രേരണയും കിട്ടാറുണ്ട്. എവിടെ നിന്നാണ് ഇങ്ങനൊരു വരദാനം ഡെയിലി കിട്ടുന്നതെന്നല്ലേ? ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ദിവസവും പ്രഭാതത്തിൽ നടക്കുന്നതായിരിക്കുന്ന സത്സംഗത്തിൽ ഇന്ന് ഈ വീഡിയോ ഷൂട്ടിംഗ് ചെയ്യുന്നതായിട്ടുള്ള ദിവസം 15-ാം തീയതി ഭഗവാന്റെ മഹാവാക്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതിലെനിക്ക് ഇന്ന് കിട്ടിയ വരദാനം. പരമാത്മ മഹാവാക്യത്തിൽ ഈശ്വരൻ പറയുകയാണ്, നോക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈശ്വരൻ്റെ മഹാവാക്യം തന്നെയാണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ആഗ്രഹത്തെ പ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം പ്രാപ്തി അഥവാ ആഗ്രഹം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം എപ്പോഴാണോ നിങ്ങൾക്ക് നിശ്ചയബുദ്ധിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിശ്ചിന്തരാകുന്നത്, അവിടെ മനസ്സ് അചഞ്ചലമായി മാറും. അചഞ്ചലമാണ് മനസ്സെങ്കിൽ വിജയം നിങ്ങൾക്ക് നിശ്ചിതമാണ്. നിശ്ചിത വിജയമാണ് എങ്കിൽ നമ്മൾ നിശ്ചിന്തരാണ്. അതിൻ്റെയൊക്കെ ആധാരം നിശ്ചയബുദ്ധിയാണ്. ഒന്ന് പറയട്ടെ, ഇത്രയും വലിയ ഗൈഡൻസ് സ്വയം ഭഗവാൻ അല്ലാതെ ആർക്ക് തരാൻ സാധിക്കും നമുക്ക്? നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻസ് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലുള്ളതായിട്ടുള്ള മാക്സിമം പോയിന്റ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിശ്ചയമാക്കണം. നിശ്ചയത്തിൽ നിന്ന് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ധനത്തിന് അട്രാക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന കുറേ വീഡിയോസ്. എല്ലാത്തിലും പറയുന്ന ഒരു ബേസിക് ആയിരിക്കുന്ന, മൂലമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിനെ കാമാക്കാൻ പറ്റണം, കൂളാക്കാൻ പറ്റണം. മറ്റെല്ലാ കാര്യത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ. ഈ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേരുടെ ചോദ്യം എൻ്റെ നേരെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സന്ദേശമായിട്ടാവാം, കമൻസ് ആയിട്ടായിരിക്കാം, വോയിസ് മെസ്സേജ് ആയിട്ടായിരിക്കാം, പല രീതിയിൽ വന്നു. ഒറ്റ കാര്യം എല്ലാവർക്കും അറിയേണ്ടത്, ഇങ്ങനെയുള്ള സങ്കടത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ മനസ്സിനെ ശാന്തമാക്കും എന്നാണ്. അതിനുള്ള മാന്ത്രിക വിദ്യയാണ് ഈ വരദാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഡെയിലി കിട്ടാറുണ്ട്. എല്ലാ ദിവസവും ഒരു വരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സൗഭാഗ്യം ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ട് ഡെയിലി ഭഗവാന്റെ വരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്ത് സംഭവിക്കാൻ നമുക്കുള്ളത്? ഒന്നും ചിന്തിക്കാനില്ല. അതുകൊണ്ട് ഇന്നത്തെ വരദാനത്തിൽ ഭഗവാൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എന്തിൻ്റെ ആധാരത്തിൽ നമുക്ക് ശാന്താക്കാൻ പറ്റും? എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ. എന്നാണോ നിങ്ങളും ഈശ്വരനും തമ്മിൽ ബോണ്ടഡ് ആവുന്നത്, ആ നിമിഷം മുതൽ ലൈഫിലെല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ. ഒരു കൊച്ചു കുഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് നടന്നു പോകുന്ന സമയത്ത് രണ്ടുപേരുടെയും കയ്യിൽ തൂങ്ങി പോകുമ്പോൾ മുന്നിലൊരു ചെളിവെള്ളം കെട്ടിക്കിടക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞിനെ അച്ഛനും അമ്മയും ആ വെള്ളത്തിൽ കൂടെ നടക്കാൻ സമ്മതിക്കാറില്ല. അവർ രണ്ടുപേരും കൂടെ കയ്യങ്ങ് പൊക്കുമ്പോൾ കുഞ്ഞിനൊരു ഊഞ്ഞാലാടുന്ന ലാഘവത്തോടെ ആ വെള്ളം അങ്ങ് കടന്ന് അവൻ അപ്പുറത്തേക്ക് ഒരു പറന്നെത്തുന്ന അനുഭൂതി, ആ ആനന്ദം, ആ സുഖം, ആ സേഫ്റ്റി ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. ഈ ലോകത്ത് മനുഷ്യന്മാരായ മാതാപിതാക്കൾക്ക് നമ്മളുടെ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞിന് വേണ്ടി ഇത്രയും കെയർ ചെയ്യുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിലൊന്ന് കൈവച്ച് ചോദിച്ചു നോക്കിയേ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്ന കാണുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമോ? പരമപിതാവായ ഭഗവാൻ, ഈ പ്രപഞ്ചത്തിൻ്റെ രചയിതാവായിരിക്കുന്ന ഈശ്വരന്
നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ, നിങ്ങൾക്കാരുമില്ലാതെ നിങ്ങൾ കരയുന്ന കാണുമ്പോൾ, ഭഗവാൻ എനിക്ക് നീയല്ലാണ്ട് ആരുമില്ലല്ലോ എന്ന് കണ്ണീരോടെ പറയുന്നത് കാണുമ്പോൾ, അതെല്ലാം കണ്ട് നോക്കി നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ ഭഗവാനും നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാണ്, ചേർത്ത് നിർത്താൻ തയ്യാറാണ്, ആ ചളിയിൽ നിന്ന്, ആ കുരുക്കിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ വിശ്വാസത്തോടെ ആ കൈകളിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ മാത്രം. അതിൻ്റെ പേരാണ് നിശ്ചയബുദ്ധി. ഈശ്വരനെ അറിഞ്ഞുകൊണ്ട്, ഞാൻ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈശ്വരനിൽ പൂർണ്ണ നിശ്ചയത്തോടെ ജീവിച്ചു നോക്ക്. നിങ്ങൾ തീയിൽ കാല് വെച്ചാൽ തീയിനെ ചന്ദന ചെതയാക്കി മാറ്റിത്തരാനുള്ള ശക്തിയാണ് ഭഗവാന്റെ അടുത്തുള്ളത്. കത്തിപ്പോകുന്ന സൂര്യൻ്റെ അടുത്ത് നിങ്ങളാണെങ്കിൽ ആ സൂര്യകിരണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളെ ലോകത്തിൽ മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള ശക്തി അത് ഈശ്വരൻ്റെ ശക്തിക്കുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ആരുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കൊരു സ്ഥലത്താക്കുകയാണെങ്കിൽ പോലും അവിടെ കവചമായിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ആൾക്കാർ കൂടുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായിക്കൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശക്തി ഈശ്വരനുണ്ട്. ഈശ്വരനെ അറിയണം, ഞാൻ ആരെന്നറിയണം, ഈശ്വരനുമായി ബന്ധപ്പെടണം. ഒരു ദിവസം കൊണ്ട് ഈശ്വരനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാക്കാൻ മനുഷ്യന് സാധ്യമല്ല. ജന്മജന്മങ്ങളുടെ കർമ്മക്കണക്കുകളുടെ ബന്ധനം കൊണ്ട് കുരുങ്ങുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങനെ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കും നമ്മൾ ചോദിക്കുന്നത്. ഈശ്വരനെ സ്നേഹിക്കൂ. ഈശ്വരനുമായിട്ട് കെട്ടാനുള്ള ഏറ്റവും നല്ല കയറാണ് സ്നേഹം എന്നതായിരിക്കുന്ന ചരട്. ഈശ്വരനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈശ്വരൻ നമുക്ക് തരുന്നതായിരിക്കുന്ന അൺകണ്ടീഷണലായിരിക്കുന്ന സ്നേഹം, അൺകണ്ടീഷണലായിരിക്കുന്ന സർവീസ്, അൺകണ്ടീഷണലായിരിക്കുന്ന സ്റ്റഡി ഒരു വട്ടം ആസ്വദിച്ചു നോക്ക്. ആ ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതത്വം അനുഭവിക്കാൻ തുടങ്ങിയാൽ മനസ്സ് ശാന്തമാക്കാൻ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതെൻ്റെ ഇന്നലത്തെ കർമ്മങ്ങളാണ്. ഈ സൈക്ലോണിൻ്റെ സെൻട്രൽ പോയിൻ്റ് ശാന്തം എന്ന് പറയും പോലെ ചുഴലിക്കാറ്റ് കറങ്ങുന്ന സമയത്ത് അത് ചുറ്റും ഭയങ്കര ശക്തമായിരിക്കും. സപ്പോസ് ആ കാറ്റിൻ്റെ ഗതിയിൽ ഏതെങ്കിലും ഒരു കപ്പൽ പെട്ടാൽ പോലും അത് തകർന്ന് കഷ്ണങ്ങളായി പോയേക്കും. പക്ഷെ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വളരെ കാമായിരിക്കും. അവിടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ ചുഴലിക്കാറ്റ് യാത്ര ചെയ്ത് എവിടെ എത്തുന്നു അവിടെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരാപത്തും വരില്ല. അതുപോലെ ജീവിതത്തിൽ ഇന്നലെ ഞാൻ ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ ജന്മജന്മാന്തരത്തിൻ്റെ കർമ്മഫലങ്ങളായിരിക്കാം. അത് കൊടുങ്കാറ്റ് പോലെ ചുഴലി പോലെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. സംബന്ധങ്ങൾ ഒറ്റപ്പെടുത്തൽ കൊണ്ട് സഹിക്കാനാവാത്ത സങ്കടം വരികയാണ്. രോഗത്തിൻ്റെ ചുഴിയിൽപ്പെട്ടുകൊണ്ട് എന്നെക്കൊണ്ട് ആവില്ല എന്ന തീരുമാനം ഉണ്ടാക്കിക്കുകയാണ്. വിഷമിക്കേണ്ട, ഇതൊക്കെ ചുഴലിക്കാറ്റ് ചുറ്റും കറങ്ങുകയാണ്. അകത്ത് ശാന്തമായൊരിടണ്ട്. ഞാൻ ആത്മാ ഈശ്വരൻ കണക്റ്റഡ് ആവുന്ന നിമിഷം നിങ്ങൾ സൈലൻ്റ് ആവുകയാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ വീടായ പരംധാമത്തിൽ ഭഗവാന്റെ ഒപ്പം അഗാധമായ ശാന്തി അനുഭവിക്കുന്ന നിമിഷം നിങ്ങളുടെ സങ്കല്പങ്ങൾ ശക്തി ആർജിക്കുകയാണ്. ഈ വട്ടം വലുതായി വലുതായി ചുറ്റുമുള്ളതായിരിക്കുന്ന ചുഴലിക്കാറ്റ് പൊട്ടിത്തെറിച്ച് പോയിക്കൊണ്ട് ശാന്തമായ അന്തരീക്ഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ഡ്രീം നമുക്ക് നേടാൻ സാധിക്കും. അതിൽ ഈശ്വരനിൽ നിശ്ചയബുദ്ധിയുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് നിശ്ചിന്തമാകും. എങ്കിൽ നിങ്ങളുടെ വിജയം നിശ്ചിതമാണ്. അതുകൊണ്ട് ഭഗവാനെ സ്വന്തമാക്കൂ, ഭഗവാനായിട്ട് കണക്റ്റഡ് ആവൂ, ആ ഭഗവാനിലെ നിശ്ചയത്തെ ഉറപ്പിക്കൂ, ആ നിശ്ചിന്തത ജീവിതത്തിൽ അനുഭവിക്കൂ, നിശ്ചിത വിജയത്തെ ആസ്വദിക്കൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.